നാനാരൂപമിദം വിശ്വം ന കേനാപ്യസ്തി ഭിന്നതാ കാര്യകാരണരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ സൂര്യസുഹൃതികൾക്ക് വിനീതമായ നമസ്കാരം. ദർശനമാല എന്ന അതിശ്രേഷ്ഠമായ ദാർശനിക കൃതിയുടെ പഠനം സത്യശ്രവണവും സത്യകഥനവും സത്യവിചിന്തനവുമെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ഓരോ ശ്ലോകവും കഴിയും തോറും ശ്രോതാക്കളുടെ ഊർജം അല്ലെങ്കിൽ പഠിതാക്കളുടെ ഊർജം വർദ്ധിക്കുന്നതായി കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം മഹാഗുരുവിൻ്റെ പ്രത്യേകമായ ഒരു കാരുണ്യ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു കൃതി പ്രപഞ്ച സത്യത്തെ പ്രതിപാദിക്കുന്ന വാക്കുകൾ കേൾക്കുവാനും ക്ഷമയോടെ അത് ചിന്തനം ചെയ്യുവാനും സാധ്യമാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം നമ്മോടൊപ്പമുണ്ട്. ഓരോരുത്തരും ഏറെ പുണ്യം സിദ്ധിച്ചവർ തന്നെയാണ്. കാരണം ഭഗവാന്റെ ദാർശനിക കൃതികൾ പഠിക്കാനുള്ള ഒരു അവസരം, അസുലഭമായ ഒരു അവസരം കരഗതമായിരിക്കുന്നവരാണ് ഇതിലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും. സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇത്തരത്തിലുള്ള സജ്ജന സംസർഗം, സജ്ജന സംഗമം, അന്യോന്യം ശ്രവണം, കഥനം. ഇതെല്ലാം നമുക്ക് കൈവന്നിരിക്കുന്ന മഹാഭാഗ്യങ്ങളാണ്. ഇന്ന് നാം പഠിക്കേണ്ടത് അസത്യദർശനത്തിലെ ശ്ലോകം 8 7 ശ്ലോകത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ പറഞ്ഞു, ബ്രഹ്മവിവർത്തമാണ് പ്രപഞ്ചം, പരിണാമമല്ല എന്ന് പറഞ്ഞു. പാലിൽ നിന്ന് തൈരുണ്ടാകുന്നത് പോലെ ആത്മാവ് പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുകയല്ല എന്ന് പറഞ്ഞു. ഇന്ദ്രജാല വിദ്യ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ അതുപോലെയാണ് പ്രപഞ്ചമെന്നാണ് പറയുന്നത്. പ്രപഞ്ചമെല്ലാം ആത്മാവിൽ വിവർത്തമാണ് എന്ന് 7 ശ്ലോകത്തിലൂടെ ഗുരു നമ്മോട് പറഞ്ഞു. അത് തന്നെ ആ അത്ഭുതപരതയ്ക്കുള്ള കാരണം എന്താണ് എന്ന് ഗുരു പറഞ്ഞു തരികയാണ്. പ്രപഞ്ചം ഇന്ദ്രജാലം പോലെയുള്ളതും ആശ്ചര്യഭരിതവുമാണ് എങ്കിൽ ഈ ആശ്ചര്യഭരിതയ്ക്ക് നൽകുന്ന പേരാണ് മായ. മായയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മായാദർശനം പഠിക്കുമ്പോൾ നമുക്ക് ചിന്ത ചെയ്യാം. അതായത് ബ്രഹ്മവിവർത്തമായ പ്രപഞ്ചം മായയുടെ പ്രകടനം മാത്രമാണ്. ഇന്ദ്രജാലക്കാരനിലുള്ള ശക്തിവിശേഷമാണ് അദ്ദേഹം ഉണ്ടാക്കി കാണിക്കുന്ന ഓരോ വസ്തുക്കളും. ഇനി അദ്ദേഹത്തിനുള്ള ആ ശക്തി ഉണ്ടല്ലോ, ജാലവിദ്യകൾ കാണിക്കാനുള്ള ആ ശക്തി, പദാർത്ഥങ്ങൾ സൃഷ്ടിക്കാനുള്ള ആ ശക്തി, അത് അദ്ദേഹത്തിൽ നിന്നും ഭിന്നമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷമാണ് സിദ്ധിജാലക്കാരൻ്റെ സിദ്ധി. ഇവിടെ മായയും മായാവിയായ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടതല്ല. അപ്പോൾ എല്ലാത്തിലും അധിഷ്ഠാന സത്ത ബ്രഹ്മം മാത്രം എന്ന് പറയുകയാണ് 8 ശ്ലോകത്തിലൂടെ. മായൈവ ജഗതാമാദി കാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യത സത്യം സിദ്ധിജാലവത്.
എന്നാണ് ഈ 8-ാം ശ്ലോകം. മായൈവ, ഇതിന്റെ പദച്ഛേദം മായ അധികം ഏവ. 2 പദങ്ങൾ ചേരുന്നതാണ് മായൈവ എന്ന രൂപം. മായാശബ്ദം സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ജഗതാമാദികാരണം. ജഗതാം അധികം ആദികാരണം. 2 പദങ്ങൾ ചേരുമ്പോൾ ജഗതാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യത സത്യം. മായിനോ നാന്യത സത്യം. മായിനഃ അധികം ന അധികം അന്യത് അധികം അസത്യം. ഇത്രയും പദങ്ങൾ ചേരുന്നുണ്ട്. മായിനഃ ന അന്യത് അസത്യം. 4 പദങ്ങൾ. ഇപ്പൊ പറയാണ് സിദ്ധിജാലവത് എന്ന്. ഇതിന്റെ ഗദ്യരൂപം പരിശോധിക്കുമ്പോൾ ഓരോ പദങ്ങളുടെയും അർത്ഥവിശകലനം ചെയ്യുമ്പോൾ ജഗതാം ആദികാരണം മായ ഏവ. ജഗതാം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആദികാരണം, ആരംഭത്തിലുള്ള കാരണം മായ ഏവ, മായാശക്തി തന്നെയാണ്. മായ ഏവ, അത് തന്നെയാണ് എന്ന് പറയാണ്. ഏവ ഉറപ്പിക്കുകയാണ്. തയാ, അവളാൽ. ഞാൻ പറഞ്ഞു മായാശബ്ദം സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തയാ എന്ന് പറഞ്ഞത്. ഇനി പുല്ലിംഗ ശബ്ദമാണെങ്കിൽ അവനാൽ എന്ന് പറയണം. അവിടെ തേന എന്ന് പറയും. ഇവിടെ തയാ, 2ന്റെയും അർത്ഥം ഒന്നാണ്. തേന എന്ന് പറഞ്ഞാലും തയാ എന്ന് പറഞ്ഞാലും അതിനാൽ എന്നർത്ഥം. ഇവിടെ അവളാൽ, തയാ മായയാൽ നിർമ്മിതം സർവം, സൃഷ്ടിക്കപ്പെട്ടതായ സകലവും, ഈ സകല ദൃശ്യപ്രപഞ്ചവും സിദ്ധിജാലവത്, ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ. ജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. സമൂഹം. സിദ്ധിജാലം എന്ന് പറഞ്ഞാലോ ഒരു യോഗിയുടെ സിദ്ധി. യോഗി ധാരാളം സിദ്ധിവിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. യോഗിക്ക് കരഗതമാകുന്നതാണത്. അതുപോലെ ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ അസത്യം ഇല്ലാത്തതാണ്. ഭൗതികത്തിൽ നിന്നുകൊണ്ടാണ് യോഗി സിദ്ധിജാലങ്ങൾ കാണിക്കുന്നത്. അത് ഭൗതിക പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് അസത്യം ഇല്ലാത്തതാണ്. യോഗീശ്വരനായ ഗുരു പറയുകയാണ് ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ അസത്യം ഇല്ലാത്തതാണ്. ഇവിടെ പറയുന്ന ചൈതന്യം അത് ആരാണ് എന്നും കൂടെ നാം ചിന്തിച്ചു വേണം പോകുവാൻ. കടന്നു കാണുവാൻ കഴിവുള്ള സത്യസ്വരൂപനായി നിന്നുകൊണ്ട് ഋഷിവര്യൻ നമ്മോട് പറയുകയാണ് സിദ്ധിജാലവത്, ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ അസത്യം ഇല്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ഗുരു ഇവിടെ ഇങ്ങനെ ബോധസ്ഥിരനായി നിന്നത്? ഈ ഒരു ബോധത്തിലാണ് ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയാണ് മായിനഹ അന്യെന്ന, മായാവിയിൽ നിന്നും ഭിന്നമല്ല ഈ കാണുന്നതെല്ലാം എന്ന് പറയുകയാണ്. അതായത് ജഗത്തിന്റെ ആദികാരണം മായാശക്തി തന്നെയാണ്. ഇവിടെ ജഗത്തിന്റെ ആദികാരണം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമായി വിലസുന്ന ഈ അസത്യത്തിന്, ഈ ജഡത്തിന് കാരണം എന്താണെന്ന് പറയാൻ അത് മായാശക്തി തന്നെയാണ്. ഇനി ഈ മായാശക്തി സൃഷ്ടിക്കപ്പെട്ട് ഇവിടെ കാണുന്നതെല്ലാം ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ ഇല്ലാത്തതാണ്. യോഗിയുടെ സിദ്ധി സമൂഹത്തിന്റെ ആ നിരർത്ഥകത, ഇല്ലായ്മ, അതുകൂടെ ഗുരു ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ ഇല്ലാത്തതാണ്. ഇതെല്ലാം മായാവിയിൽ നിന്നും ഭിന്നവുമല്ല എന്ന് പറയുകയാണ്. നമുക്കിതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്ന് കടക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതിന്റെ കൃതി വിശദീകരിക്കുമ്പോൾ ഇത് പറയുകയാണ് മായൈവ ജഗതാമാദികാരണം.
ജഗതാം ആദികാരണം മായാ ഏവ. ഈ ജഗത്തിന്റെ മുഴുവൻ, ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ മുഴുവൻ ആരംഭത്തിലുള്ള കാരണം മായാശക്തി തന്നെയാണ്. മായ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഇല്ലാത്ത ഒന്നാണ്. ഇനി ഇല്ലാത്ത മായയാണ് പ്രപഞ്ചത്തിന്റെ ആദി കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താ? അതും അസത്യം തന്നെയാണല്ലോ. ഇല്ലാത്ത മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല, അല്ലെ? ജനീ നവരത്ന മഞ്ജരിയിൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ഇല്ലാതെ മായയിടുന്ന ഉല്ലാസമാണിതെല്ലാം. എന്നാല് ഈ മായ ആത്മാവിൽ നിന്നും അന്യമല്ലാത്തത് കൊണ്ട് മായാകാര്യമായ പ്രപഞ്ചവും ആത്മാവിൽ നിന്നും അന്യമല്ല. വളരെ ശ്രദ്ധയോടെ മനനം ചെയ്യേണ്ട വാചകങ്ങളാണിത്. മായ ആത്മാവിൽ നിന്നും അന്യമല്ലാത്തത് കൊണ്ട് മായാകാര്യമായ പ്രപഞ്ചവും ആത്മാവിൽ നിന്നും അന്യമല്ല. ഇവിടെ രണ്ടും പറയുന്നുണ്ട്. ഇന്ദ്രജാലക്കാരന്റെ സിദ്ധിവിശേഷത്തിൽ നിന്നും ഭിന്നമല്ല എങ്കിലും ഇന്ദ്രജാലക്കാരൻ ഉണ്ടാക്കി കാണിക്കുന്ന വിവിധങ്ങളായ അത്ഭുതപരങ്ങളായ പദാർത്ഥങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വസ്തുക്കൾ അസത്യമാണ്. ഇന്ദ്രജാലക്കാരൻ മാത്രമാണ് സത്യം. അദ്ദേഹം ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുക്കൾ അസത്യമാണ്. അതുപോലെ ഈ പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് അന്യമല്ല എങ്കിലും അത് അസത്യവുമാണ്. ഇനി അത് അസത്യം ഗുരു പറയാണ്. അതായത് യാതൊന്നാണോ ഒരിക്കലും നിലനിൽക്കാത്തത്, നിലവിലില്ലാത്തത്, അതാണ്. അതിനെയാണ് മായ എന്നും പറയുന്നത്. അപ്പൊ നമുക്ക് ആകെ കൂടെ പറയുമ്പോൾ ഈ പ്രപഞ്ചം ചേതന ജഡങ്ങളുടെ കൂടിക്കലരലാണ് എന്ന് പറയാനേ പറ്റൂ. ചേതനയും ജഡവും കൂടിക്കലർന്നിരിക്കുന്നു. നമ്മൾ കാണുന്ന ജഡത്തെ മാത്രാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പ്രപഞ്ചത്തിന്റെ ചേതന കാരണം ബ്രഹ്മം എന്ന് പറയാം, അതിന്റെ ജഡ കാരണം മായയുമാണെന്ന് പറയാം. ചേതന ബ്രഹ്മവും ഈ ജഡം ഉണ്ടാക്കി കാണിക്കുന്നത് മായയുമാണ്. ഈ പ്രപഞ്ചത്തിന് ഉണ്മയുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഈ കാണുന്നത് അസത്യ ദർശനം തന്നെയല്ലേ? നമ്മൾ കാണുന്നത് അസത്യ ദർശനം തന്നെയാണ്. ഉള്ളത് ആത്മാവ് മാത്രമാണ്. ഇനി ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന പ്രതീതി എവിടെയാണ് നമുക്കുണ്ടാവുന്നത്? ആത്മാവാകുന്ന സത്യത്തിലാണ് ഉണ്ടാവുന്നത്. ആത്മസ്വരൂപമായി ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പോലും ചിന്ത ചെയ്യുന്നത്. ഇതിലൊരു അത്ഭുതപരതയുണ്ട്. ഈ അത്ഭുതപരതയ്ക്ക് ഗുരു മായ എന്ന പേരും കൊടുത്തിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് അസത്യമായ പ്രപഞ്ചത്തെയാണ് നാം കാണുന്നത്, സത്യത്തെ കാണുന്നുമില്ല. ആത്മവിലാസം എന്ന കൃതിയില് ഈ അനിർവചനീയതയെ ഗുരു കൂടുതൽ ആനുഭൂതികതയുടെ വശത്ത് നിന്നുകൊണ്ട് ദർശിക്കുന്നത് ഇങ്ങനെയാണ്. ഭഗവാൻ അനുഭവിച്ച ആത്മാനന്തര സഹാനുഭൂതിയുടെ വിലാസമാണ് ആത്മവിലാസം. ആ കൃതിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഗുരു ആരാണ് എന്ന് പ്രത്യേകിച്ചാരും പറയേണ്ടതില്ല. ഭഗവാന്റെ കൃതികൾ ആഴത്തിൽ മനനത്തിന് വിധേയമാക്കണം. ഒരു വാക്കുപോലും അനേകം അർത്ഥതലങ്ങളിലൂടെ ആഴങ്ങളിലൂടെ ചിന്ത ചെയ്ത് പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള അജ്ഞബുദ്ധിക്ക്, ബാഹ്യബുദ്ധിക്ക് വെറും വാക്കുകളെ കൊണ്ട് പറയാവുന്നതല്ല ഭഗവാന്റെ കൃതികൾ എന്ന് ഓരോ പഠിതാക്കളും മനസ്സിലാക്കണം. ആത്മവിലാസത്തിൽ ഗുരു പറയുകയാണ്, ഇതാ കിളിവാതിലിൽ കൂടി വരുന്ന സൂര്യകിരണങ്ങളിൽ കിടന്നു മറിയുന്ന ധൂളി പോലെ അണ്ഡകോടികൾ മറിയുന്നു. ഇതൊക്കെയും നമ്മിലടങ്ങി നാം നമ്മുടെ മുകളിൽ നിൽക്കുന്ന ദിവ്യമായ കണ്ണാടിയിൽ മറയുന്നു. ഈ കണ്ണാടി നമ്മുടെ ദൈവമാകുന്നു. ഇതാ പിന്നെയും കാനലിൽ വെള്ളം പൊന്തി വരുന്നത് പോലെ ഇതൊക്കെയും ദൈവത്തിൽ നിന്നും പൊന്തി വരുന്നു.
എന്നാൽ ദൈവാംശമായ നമ്മുടെ ഉള്ളിൽ ഇതിനെയൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും പറയാണ് ഗുരു, ഇതൊക്കെയും ദൈവത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. ഇത് ദൈവത്തിന്റെ ഒരു കളിയാകുന്നു, അത് ദൈവാംശമാകുന്നു. പറയാണ്, അല്ല, ദൈവം അംശമില്ലാതാവുന്നു, അതുകൊണ്ട് ദൈവാംശം എന്ന് പറഞ്ഞുകൂടാ. ഇനി വല്ല പരമാണുവിൽ നിന്നും പരിണമിച്ചതാണോ പ്രപഞ്ചം? അതുമല്ല. എന്തുകൊണ്ടെന്നാൽ പരമാണുക്കൾ ദൈവത്തിൽ വിവർത്തങ്ങളാകുന്നു. വിവർത്തം എന്നാൽ നിഴലാകുന്നു. നിഴലിന് വേറൊന്നായി മാറുവാൻ കഴിയുകയില്ല. മറ്റൊന്നിനും ദൈവത്തിൽ ഇരിക്കുന്നതിന് ദൈവമാഹാത്മ്യം ഇടം കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് ഇതിനെ വേറൊന്നിന്റെ അംശമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ കാണപ്പെടുന്നതൊക്കെയും അനിർവചനീയമാകുന്നു. ഇതൊക്കെയും അഞ്ജനക്കാരന്റെ മഷിയിൽ തെളിയുന്ന ദേവത പോലെ ഇരിക്കുന്നു. ഈ വാക്കുകൾ ഓരോന്നും അവിടുന്ന് അനുഭവിച്ച അനുഭൂതി മാത്രമാണ്, ഒരു വാങ്മയ ചിത്രം. ഇതൊക്കെ നമുക്ക് ഓതിത്തന്ന ആ പരമഗുരുവിന്റെ പാദങ്ങളിൽ തെരുതെരെ വീണു വണങ്ങാം നമുക്ക്. എത്ര സൗഭാഗ്യത്തിലാണ് നാം ഇരിക്കുന്നത്. എത്രയോ ജന്മങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഈ പരമമായ സത്യത്തെ കേൾക്കുവാൻ നമ്മളെ കേൾപ്പിക്കുന്ന മഹാഗുരു. ഓർക്കുമ്പോൾ വാക്കുകൾ പോലും ഉൾവലിഞ്ഞു പോകും. പ്രപഞ്ചത്തിന്റെ അനിർവചനീയതയെക്കുറിച്ച് ഭാരതത്തിലെ ദാർശനിക പ്രസ്ഥാനങ്ങൾ വളരെയധികം വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒന്നാണ് ഖ്യാതിവാദം. ഇല്ലാത്തതിനെ ഉള്ളതായി തെറ്റിദ്ധരിക്കാൻ കാരണമെന്ത് എന്ന ചർച്ച. ഈ പ്രശ്നത്തിന് ഓരോ കൂട്ടരും നൽകുന്ന ഉത്തരമാണ് ഖ്യാതിവാദത്തിൽ തർക്കവിഷയമാകുന്നത്. ഖ്യാതി തന്നെ ആത്മഖ്യാതിയും അസത്ഖ്യാതിയുണ്ട്, അഖ്യാതിയുണ്ട്, അന്യതാഖ്യാതിയുണ്ട്, അനിർവചനീയ ഖ്യാതിയുണ്ട്. ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഖ്യാതികളെല്ലാവും. ഇതിലെ അദ്വൈതികളുടേത് അനിർവചനീയ ഖ്യാതിയാണ്. അതായത് ഭ്രമ അനുഭവത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്വൈതികളുടെ വിശദീകരണം, അതാണ് അനിർവചനീയ ഖ്യാതി. ബ്രഹ്മജ്ഞാനത്തിനും യഥാർത്ഥ ജ്ഞാനത്തിനും ആദികാരണമായിരിക്കുന്നത് ഒരേ ഒരു സദ്വസ്തു മാത്രമാണ്. ഇവിടെ നമുക്ക് ഗുരു ധാരാളം ഉദാഹരണങ്ങൾ തരും. അജ്ഞരായ നമുക്ക് ഈ പരമമായ സത്യത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ ഭഗവാൻ എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ചിത്രകാരൻ വധ്, ഇന്ദ്രജാലം, സിദ്ധിജാലം, ഇങ്ങനെ ഗുരു നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങളെ കാണേണ്ടത് നാം മനസ്സിലാക്കുന്നത് സഹായത്തിനു വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ എന്ത് സിദ്ധാന്തമാണോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സിദ്ധാന്തമായ അംശത്തെയാണ് നമ്മൾ കൂടുതൽ കണക്കിലെടുക്കേണ്ടത്. ഇപ്പൊ കയറിൽ പാമ്പുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും സമർത്ഥിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത് ആദികാരണമായ സത്യത്തെയും പ്രപഞ്ച പ്രതീതിയെയും ആണ്. അതിനെയാണ് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്. ജഗതാം ആദികാരണം മായായേവ എന്ന് പറഞ്ഞു. ആത്മാവിൽ മായ കൊണ്ട് പ്രതീതമാകുന്ന പ്രപഞ്ചം നമുക്കറിയാം നിരന്തരം ദുഃഖാനുഭവങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഇല്ലാത്തതാണെന്ന് ഭൗതിക ജീവിത ദുഃഖ ദുരിതങ്ങളിൽ വരയുന്ന നമുക്ക് പറയാനാവില്ല, പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാനാവില്ല. നാം അറിയേണ്ടത് സത്താപരമായി നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് ഉണ്മയില്ല. അങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും പറയാനാവാത്ത തരത്തിലുള്ള
ഒരു അത്ഭുതപരത ഇവിടെയുണ്ട്, ഈ പ്രപഞ്ചത്തിനുണ്ട്. അതുകൊണ്ടാണ് നാം ഇവിടെ അനിർവചനീയക്ക് ആദ്യമൊക്കെ ഒന്ന് സൂചിപ്പിച്ചത്. അത് തന്നെ എപ്പോഴും ഗുരു നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഈ അത്ഭുതപരതയെക്കുറിച്ച്. കാരണം മുൻ അധ്യായത്തിലെ, മുൻ ദർശനമാലയിൽ തന്നെ നമ്മള് അപവാദ ദർശനത്തിന്റെ അവസാന ശ്ലോകത്തിലൊക്കെ നമ്മൾ പറഞ്ഞു, ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ ആദി കാരണമെന്ന്. അവിടെ നമ്മൾ മനനം ചെയ്തതാണ്. ആ ബ്രഹ്മമാകട്ടെ സകലതിനും ഉപാദാന കാരണമായിരിക്കുന്നതാണ് എന്നും പറഞ്ഞു. ബ്രഹ്മത്തിനെ കുറിച്ച്, സദ്വസ്തുവിനെ കുറിച്ച്. സദ്വസ്തുവിൽ, അസത്തിലെ ബ്രഹ്മത്തിൽ അസത്യ പ്രപഞ്ചത്തിന്റെ പ്രതീതി, അതാണ് നമ്മുടെ മനന വിഷയം. അവിടെ ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ ആദി കാരണം എന്ന് പറഞ്ഞു. സത്യം മനനം ചെയ്ത് മുന്നേറുമ്പോൾ ഗുരു പറയുകയാണ്, മായയാണ് പ്രപഞ്ചത്തിന്റെ ആദി കാരണമെന്ന് 8ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. സത്യദർശനത്തിൽ സത്യത്തെ അറിയാതെ അസത്യത്തെ സത്യമായി കാണുന്ന തെറ്റ്. ബ്രഹ്മശക്തിയായ മായയ്ക്ക് 2 തരം ശക്തിവിശേഷമുണ്ട് എന്ന് നമ്മൾ ചിന്തന ചെയ്തു. ഏതൊക്കെയാണത് നമ്മൾ പറഞ്ഞത്? ചിന്ത ചെയ്തു നോക്കൂ. തൈജസി ശക്തിയും താമസി ശക്തിയും പറഞ്ഞു അല്ലെ? താമസി ശക്തിയാണ് നമ്മളെ വീണ്ടും വീണ്ടും സങ്കല്പങ്ങൾ കൂട്ടി നമ്മളെ ഇങ്ങ് ദൂരെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത്രയേറെ നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ഒരു യാത്രയിലാണ്, സത്യത്തെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. താമസി ശക്തി നമ്മളെ തെറ്റായ അറിവിലേക്ക് എത്തിച്ചപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയാണ്. പതുക്കെ ഇത്തരത്തിലുള്ള സത്യവാക്കുകളെല്ലാം ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ എല്ലാം തിരിച്ച് സഞ്ചരിക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മുടെ സ്വസത്തയെ നാം മറന്നുപോയിരിക്കുന്നു. കുറെ കാലമായി നാം മറന്ന് ഈ സഞ്ചാരം തുടങ്ങിയിട്ട് എത്രയോ ശരീരങ്ങളിലൂടെ സഞ്ചരിച്ചു, എത്രയോ ദുഃഖ ദുരിതങ്ങളിൽ വലഞ്ഞു. ഈ ഒരു ശരീരത്തിൽ എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു പരമമായ സത്യത്തെ കേൾക്കുമ്പോൾ, അത് നമ്മളെ കേൾപ്പിക്കുമ്പോൾ, എല്ലാത്തിനും അധിഷ്ഠാനമായി ചൈതന്യ സ്വരൂപനായി നിന്നുകൊണ്ട് ഇതെല്ലാം നമ്മെ കേൾപ്പിക്കുന്നു മഹാഗുരു. ഇവിടെ പറയുകയാണ്, സ്വന്തമായി ഉണ്മയില്ലാതെ ഉണ്മയുള്ളതായി കാണിക്കാൻ സിദ്ധിജാലക്കാർക്ക് സാധിക്കും. ആത്മാവ് അത്തരത്തിലുള്ള സിദ്ധിജാലക്കാരനാണെന്ന് പറയുകയാണ് 8ാം ശ്ലോകത്തില്. ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ കുറവാണെങ്കിലും അതിന്റെ ആശയം ഒരു ദിവസം കൊണ്ടോ ഈ ജന്മം കൊണ്ടോ പറഞ്ഞാൽ തീരുന്നതല്ല. ജഗതാം ആദികാരണം മായയേവ തയാ നിർമ്മിതം സർവം സിദ്ധിജാലവത് അസത്യം മായിനഹ അന്യത് ന. നമ്മുടെ മുന്നിലിരുന്നു കൊണ്ട് മഹാഗുരു നമ്മോട് പറയുന്ന പോലെയാണ് ഓരോ വാക്കുകളും പറയുമ്പോൾ മനസ്സില് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് അനുഭവിക്കുന്നത്. സത്യത്തിൽ പലപ്പോഴും ഈ കൃതി സംസാരിച്ചു തുടങ്ങുമ്പോൾ അജ്ഞരായ നമുക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു, ഭഗവാൻ എങ്ങനെ നമ്മളെ കൊണ്ടിത് പറയിപ്പിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ചില സമയങ്ങളിൽ പറയാനാവാതെ നിന്നുപോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. ആ ഒരു ചിന്തയിൽ വേണം ഓരോ വാക്കുകളും ശ്രവിക്കാൻ. ആത്മോപദേശ ശതകമായാലും ദർശനമാലയായാലും ഭഗവാന്റെ സ്തോത്രഗതികളായാലും ഓരോന്ന് പഠിക്കുമ്പോൾ അവിടുത്തെ അനുവാദമില്ലാതെ, അവിടുത്തെ കാരുണ്യം നമ്മിൽ ചൊരിയാതെ നമുക്കിത് കേൾക്കാനാവില്ല. ആ ഒരു ചിന്ത ജഗത്തിന്റെ മുഴുവൻ ആരംഭത്തിലുള്ള കാരണം മായാശക്തി തന്നെയാണ്. അവളാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഒരു യോഗിയുടെ സിദ്ധി സമൂഹം പോലെ ഇല്ലാത്തതാണ്. പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം
മായാവിയിൽ നിന്നും ഭിന്നമല്ല എന്ന് പറയുകയാണ്. നാം ജീവിക്കുന്നു എന്ന് കരുതുന്ന ഈ പ്രപഞ്ചത്തിൽ സ്ഫുരിക്കുന്ന ചൈതന്യം ബ്രഹ്മശക്തിയാണ്. സകലതിനെയും ജീവസുറ്റതാക്കുന്നത് ഈ ബ്രഹ്മശക്തിയാണ്. ജനിമൃതികളോടുകൂടി പരിണാമത്തിന് വിധേയമാകുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെ കാണുമ്പോൾ, ജഡവസ്തുക്കളെ കാണുമ്പോൾ, ഇവ അഖണ്ഡബോധ സ്വരൂപത്തിലുള്ള മായക്കാഴ്ചകൾ മാത്രമാണ് എന്നറിയണം. അജോ നിത്യ ശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭഗവത്ഗീത പറയുകയാണ്, അജനാണ്, ജന്മമില്ലാത്തവനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്. പുരാണവം അല്ലെ, പണ്ടേ നവീനനാണ്, പുരാണം. ഈ ആത്മാവ് ശരീരം നശിക്കുമ്പോൾ ഇല്ലാതാകുന്നില്ല. ഇവിടെ കാണുന്ന സകലതിനും ആദികാരണം, അതായത് ജഡദൃശ്യങ്ങളുടെ ആദികാരണം മായയാണ് എന്ന് പറയുന്നു. അവൾ ഉണ്ടാക്കി കാണിക്കുന്ന എല്ലാതും ഇല്ലാത്തതാണ്. അത് ഏതുപോലെ എന്ന് പറഞ്ഞു തരുന്നു ഗുരു. സിദ്ധിജാലവത് എന്ന്. സിദ്ധിജാലവത് അസത്യം. ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ അസത്യം എന്ന് പറയുകയാണ്. യോഗീശ്വരനായ മഹാഗുരുവിന്റെ ജീവിതം ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചരിത്രകാരന്മാര് ഗുരുവിന്റെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾക്കിടയിൽ ഗുരു ചെയ്ത സിദ്ധിവിശേഷങ്ങൾ എടുത്തു പറയാറുണ്ട്. അതെല്ലാം നാം പറയുമ്പോൾ ഗുരുവിന്റെ ഈ വാണികൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം സംസാരിക്കുവാൻ. ഒരിക്കലും സിദ്ധിജാലം സത്യമായി അത് കാണിക്കുന്ന ഒരു മായാജാലക്കാരനായി ഗുരുവിനെ മുൻപിൽ വയ്ക്കരുത് ആരും. ഗുരു സിദ്ധിജാലം അസത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ദർശനമാലയില്, എത്രയോ കൃതികളില് വലിയൊരു അഹന്തവര വരം തരേണം എന്ന് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തന്നു. ബ്രഹ്മശക്തി സ്പന്ദിക്കുമ്പോൾ ആദ്യമുണ്ടാകുന്നത് പ്രാണസ്പന്ദനമാണ്. പ്രാണസ്പന്ദനത്തെയും അടക്കി സത്യസാക്ഷാത്കാരത്തിന് തൊട്ട് മുൻപുള്ള അനുഭൂതി ദശയിലാണ് സിദ്ധിവിശേഷങ്ങൾ കരഗതമാകുന്നത്. അനുഭൂതി ദശയ്ക്ക് തൊട്ട് മുമ്പുള്ള അവസ്ഥ, ഏകാഗ്രപ്പെട്ട മനസ്സ് ജ്യോതിർമയമായ ആത്മസത്തയിൽ ഉറയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു യോഗിക്ക് കൗതുകം തോന്നുന്ന പക്ഷം വിസ്മയാവഹമായ നിരവധി സിദ്ധികൾ നേടിയെടുക്കാവുന്നതാണ് എന്ന് യോഗസൂത്രത്തിലെ 3-ാം പാദത്തിൽ, പാതഞ്ജല യോഗസൂത്രത്തിൽ പതഞ്ജലി മുനി പറയുന്നുണ്ട്. ഇത്തരം സിദ്ധികൾ എങ്ങനെയാണ് നേടുന്നതെന്ന് വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു യോഗിക്ക് അനേകം സിദ്ധിവിശേഷങ്ങൾ കൈവരാം. ഭൂതഭാവി ജ്ഞാനം വരാം, സർവജീവി ശബ്ദജ്ഞാനം കൈവരാം, പൂർവജന്മ ജ്ഞാനം കൈവരാം, പരഹൃദയ ജ്ഞാനം കൈവരാം, അന്തർദാന ശക്തി കൈവരാം. ഇവയെല്ലാം സമാധി പരിശീലന ഘട്ടത്തിൽ ഒരു യോഗിക്ക് താത്പര്യമെങ്കിൽ സിദ്ധിക്കുന്നതാണ്. ഇനി അണിമാതി അഷ്ടസിദ്ധികളും യോഗസൂത്രം പറഞ്ഞു തരുന്നുണ്ട്. യോഗവാസിഷ്ഠം പോലുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ സമാധി പരിശീലന വേളയില് മനസ്സിന്റെ പരിണാമഘട്ടങ്ങളും അപ്പോഴപ്പോഴൊക്കെ കൈവരാവുന്ന അദ്ഭുത സിദ്ധികളുമൊക്കെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രാണസ്പന്ദനം മുതൽ ഇങ്ങോട്ട് സർവവും അജ്ഞാനമാണെന്നറിയണം, മായയാണെന്നറിയണം. ചലിക്കുന്നതെല്ലാം നശ്വരമാണ്, അസ്പന്ദമാകണം. യോഗികൾ സിദ്ധിജാലങ്ങൾക്കായി സിദ്ധികളെ പ്രകടമാക്കുകയാണെങ്കിൽ പരമലക്ഷ്യത്തിൽ എത്താതെ പതിച്ചു പോകുമെന്ന് ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ
അവശതയിൽ ആണ്ടിരിക്കുന്ന ജനസമൂഹം ആ കാലഘട്ടത്തില് ഓരോരോ സങ്കടങ്ങളുമായി മഹാഗുരുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നാം പറഞ്ഞാൽ നടക്കുമോ? നാം വിചാരിച്ചാൽ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സർവചൈതന്യമായി ഇരുന്നു കൊണ്ട് ഗുരു ഇത് ചോദിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിനറിയാം, മഹാഗുരു ഒന്ന് വെറുതെ മനനം ചെയ്താൽ മതി, ഒന്ന് നോക്കിയാൽ മതി, ഒരു തിരുനോട്ടം മതി ആ ജന്മം മോക്ഷപ്രാപ്തിയിലടയാനെന്ന്. ശിവലിംഗദാസ സ്വാമികള് ഗുരുഷഡ്കത്തിലൂടെ ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ശിശിരീ കുർവദേ ശാന്തൈഹി കടാക്ഷൈഹി ശിഷ്യസഞ്ചയാൻ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഒരു ശാന്തമായ കടാക്ഷങ്ങൾ കൊണ്ട് അന്തശീതളിത ഉണ്ടാക്കാനായിട്ട് ഭഗവാന്റെ തിരുനോട്ടത്തിന് സാധ്യമാണ്. ആ തിരുമുമ്പിലൊന്ന് വന്നാൽ മതി. ആ സ്പർശനമൊന്ന് ഏറ്റ സൂര്യസുകൃതികള്, എത്രയോ പുണ്യവാന്മാര്, എത്രയോ സായുജ്യമടഞ്ഞു. പുരുഷർക്കൊക്കെ ചിന്ത ചെയ്തു പോകുമ്പോൾ മഹാഗുരുവിന്റെ തിരുസ്വരൂപം നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. യോഗീശ്വരനായ മഹാഗുരു പറയുകയാണ്, സിദ്ധികളിൽ ഭ്രമിക്കരുത് എന്നും സിദ്ധിവിശേഷം മായ പ്രകടനമാണ് എന്നും പറഞ്ഞു തരികയാണ്. ഇവിടെ മായിനഹ അന്യന്ന എന്ന് പറയുന്നുണ്ട്. മായാവിയായ ചിത്സ്വരൂപനിൽ നിന്നും ഭിന്നമായി ഒന്നുവേയില്ല. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഭഗവാനെ, ഈ മായാമറ നീക്കി സായുജ്യമരുളുന്നത് അങ്ങ് തന്നെയാണല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ ദൈവദശകമെല്ലാം കൂട്ടിച്ചേർത്ത് പഠിച്ചു പോകേണ്ടതാണ്. നമുക്ക് വിഷയാധിഷ്ഠിതമായി സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട്, പറയേണ്ടതുള്ളത് കൊണ്ട് കൃതിയിലേക്ക് വരികയാണ്. നാം മനസ്സിലാക്കേണ്ടത് അജ്ഞതയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിലനിർത്തി പോരുന്നത്. പരമകാരണവും അസംഗവുമായ ആത്മാവിൽ മായ പ്രപഞ്ച പ്രകൃതിയെ ഉളവാക്കുന്നുണ്ട്. സ്വശരീരത്തിൽ ആത്മപ്രതിബിംബങ്ങളെ ഉളവാക്കിക്കൊണ്ട് ജീവന്മാരെ സൃഷ്ടിക്കുന്നു. ഇല്ലാത്തത് എന്തും ഉണ്ടാക്കി കാണിക്കുവാനുള്ള മായയുടെ പ്രകടനം അദ്ഭുതാവഹം തന്നെയാണ്. ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നുണ്ട്, മായാത്തു പ്രകൃതിം വിദ്യാം മായിനം തു മഹേശ്വരം എന്ന്. മായയെ പ്രകൃതിയായിട്ടും മായാധിപതിയെ മഹേശ്വരനായിട്ടും അറിയണമെന്ന്. ഈ ജഗത്ത് മുഴുവൻ ഈശ്വര അവയവമായി തീർന്ന വസ്തുക്കളെ കൊണ്ട് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉപനിഷത്ത് പറയുന്നു. ഭഗവാന്റെ കൃതികൾ ഉപനിഷത്ത് സാരസംഗ്രഹമാണ്, വേദസാരമാണ്. ശ്വേതാശ്വതരം പറയുകയാണ്, പ്രകൃതി ഒരു സത്യവസ്തുവാണെന്നും പ്രകൃതിശിഷ്ടമായ ജഗത്തും സത്യമാണെന്നും ഒരു തോന്നലുണ്ടാവും. അതല്ലെന്ന് കാണിക്കുവാനാണ് മായയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നിയന്താവായ സർവേശ്വരൻ കാണിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ വിശ്വമെന്ന് അർത്ഥം. ഇതാണ് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നത്. നിർഗുണനും നിരാകാരനുമായ ഭഗവാന്റെ അവയവ ഭൂതങ്ങളായി തീർന്ന ഘടകങ്ങളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അവിടെ ശ്വേതാശ്വതരത്തിൽ പിന്നെയും പറയുന്നുണ്ട് 10ാം ശ്ലോകത്തിലൂടെ, യസ്തൂർണനാഭ ഇവ തന്തുഭിഹി പ്രധാനജൈഹി സ്വഭാവതഃ എന്നിങ്ങനെ പോകുന്ന മന്ത്രം 8 കാലി വലകെട്ടി അതിൽ മറഞ്ഞിരിക്കുന്നത് പോലെ പരമേശ്വരനും തന്നിൽ നിന്നുണ്ടായിട്ടുള്ള പ്രകൃതിയുടെ കാര്യങ്ങളായ നാമരൂപാധികളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നു. കാമകർമ്മ നാമരൂപാധികൾക്ക് കാരണമായ ഈ പ്രകൃതി ഗുണങ്ങൾക്കപ്പുറം പോകുമ്പോഴേ
ഈശ്വരനെ കാണാൻ കഴിയുകയുള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ടേ ആത്മബ്രഹ്മയ്ക്ക് അനുഭൂതി പ്രാപിക്കുവാനും സാധ്യമാവുകയുള്ളൂ എന്ന് ഉപനിഷത്ത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കൃതികളൊന്ന് പരിശോധിക്കൂ. വേദം തന്നെയാണ്. ഷൺമുഖ സ്തോത്രത്തിൽ ഗുരു ഈ ഉപനിഷത്ത് തത്വം തന്നെയല്ലേ പറഞ്ഞത്? ലൂതമുള്ളിലിരുന്ന നൂലുവലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കി രമിച്ചിടും പടിമായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു പരിച്ചഴിച്ച് ആദിമുച്ചുടരായി വിളങ്ങും അനന്തഷൺമുഖ പാഹിമാം. ഇഷ്ടദേവനായ സുബ്രഹ്മണ്യനെ ബ്രഹ്മപ്രതീകമായി പറഞ്ഞു തരുന്നു ഗുരു. പ്രപഞ്ച നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുമ്പ് സ്വയം പ്രകാശിക്കുന്ന ബോധമായിരുന്ന ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലന്തി തന്റെ ഉള്ളിൽ തന്നെയുള്ള നൂല് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ തന്നിലെ മായാശക്തിയെ സ്പന്ദിച്ച് വെളിപ്പെടുത്തി. തുടർന്ന് ചിലന്തി വല കെട്ടുന്നത് പോലെ പ്രാണനായി ജഗത്തായി ഒക്കെ ആവിർഭവിച്ച്, അതുപോലെ ശക്തിസ്പന്ദന രൂപമായ പ്രാണനും ജഗത്തും കുറെ കാലം നിലനിർത്തി രക്ഷിച്ച ശേഷം ബ്രഹ്മവസ്തുവായ മായയെ തന്നിൽ ലയിപ്പിച്ച് ജഗത്തിനെ ഒളിപ്പിക്കുന്നു. ഈ സൃഷ്ടിസ്ഥിതി പ്രളയ പ്രക്രിയ അനാദിയായി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ദർശനമാലയിലെ 8ാം ശ്ലോകം, മായൈവ ജഗതാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യദസത്യം സിദ്ധിജാലവത്. ജഗത്തിന്റെ മുഴുവൻ ആരംഭത്തിലുള്ള കാരണം മായാശക്തി തന്നെയാണെന്നും അവളാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാം ഒരു യോഗിയുടെ സിദ്ധി സമൂഹം എന്നതുപോലെ ഇല്ലാത്തതാണെന്നും അവ മായാവിയിൽ നിന്നും ഭിന്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടും 8ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം മഹാഗുരുവിന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.